نور على نور. الشرط الرابع الصدق المنافي للكذب المانع من النفاق. ودليل الصدق قوله تعالى: ألف لام ميم أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون ولقد فتنا الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن الكاذبين. وقوله تعالى: ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون في قلوبهم مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون. നാലാമത്തെ നിബന്ധന അസിദ്ഖ്, വളരെ ഗൗരവമുള്ള ഒരു നിബന്ധനയാണ്. ആദ്യത്തെ 3 നിബന്ധനകൾക്ക് ശേഷം ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു നിബന്ധനയാണ് അസിദ്ഖ്, സത്യസന്ധത. അസിദ്ഖു അൽ മുനാഫി ലിൽ കദിബ്, കളവിന്റെ ഓപ്പോസിറ്റായ സത്യസന്ധത. എങ്ങനെയുള്ള സത്യസന്ധത? അൽ മാനിഉ മിനൻ നിഫാഖ്, നിഫാഖിൽ നിന്നും തടയുന്ന സത്യസന്ധത. അപ്പൊ മുനാഫിക്കിൻ കള്ളന്മാരാണ്. അല്ലാഹു യഷ്ഹദു ഇന്നൽ മുനാഫിഖീന ഹുമുൽ കാദിബൂൻ, അല്ലേ? ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, മുനാഫിക്കുകൾ കള്ളന്മാരാണ്, മുനാഫിക്കുകൾ കളവ് പറയുന്നവരാണ്. അപ്പൊ നിഫാഖിന്റെ അടയാളാണ് കളവ് പറയൽ. ഇത് ഹദ്ദസ കദബ. അപ്പൊ സിദ്ഖ് എന്ന് പറഞ്ഞാൽ ഞാൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇബാദത്തിന് അറിയാൻ അള്ളാഹു മാത്രമാണെന്ന് അംഗീകരിക്കുകയും അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ഞാൻ എന്ത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് റസൂല പഠിപ്പിച്ചതുപോലെ ചെയ്യുകയുള്ളൂ എന്നും സാക്ഷ്യം വഹിച്ച ഒരാൾ നാവ് കൊണ്ട് പറഞ്ഞാൽ അത് ജീവിതത്തിൽ തെളിയിക്കാൻ തയ്യാറാകണം. അത് ജീവിച്ച് തെളിയിക്കുന്നതിനാണ് സിദ്ഖ് എന്ന് പറയാ. സത്യസന്ധനാണെങ്കിൽ പറഞ്ഞ കാര്യം അവൻ അമല് കൊണ്ടുവരും. മുനാഫിക്കുകളുടെ സ്വഭാവം വായോണ്ട് പറയും, ചെയ്യൂല. വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ, അവർ മുഅ്മിനുകളല്ല. അള്ളാഹുവിനെയും അന്ത്യദിനത്തെയും അംഗീകരിച്ചു എന്ന് പറയുന്ന ചിലർ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്, അവർ മുഅ്മിനുകളല്ല. കളവ് പറയാൻ നാവ് കൊണ്ട് പറയുന്നത് മാത്രം, എന്തില്ല, ഹൃദയം കൊണ്ടതിനെ അംഗീകരിച്ചിട്ടില്ല, അവയവങ്ങൾ കൊണ്ടതിനെ തെളിയിച്ചിട്ടുമില്ല. ഇത് 3 കാര്യങ്ങൾ ഈമാന്റെ റുക്കിനുകളാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഖൗലും ബിൽ ലിസാൻ, നാവ് കൊണ്ട് പറയണം. 2 ഇഅ്തിഖാദും ബിൽ ജനാൻ, ഹൃദയം കൊണ്ട് അംഗീകരിക്കണം. 3 അമലും ബിൽ അർക്കാൻ, അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കണം. ഇത് 3ഉം കൂടിയാലേ ഈമാനാവും, അല്ലെങ്കിൽ ഈമാൻ സഹിയാവൂല. അപ്പൊ മുനാഫിക്കുകളുടെ സ്വഭാവമാണ് കളവ്, സത്യം പറയൂല. അല്ലാഹു പറയാണ്, ഹസിബന്നാസു അൻ യുത്റകു അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ, പരീക്ഷിക്കപ്പെടാതെ നാം വിശ്വസിച്ചു എന്ന് പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം ജനങ്ങളെ വെറുതെ വിട്ടേക്കുമെന്നാണോ അവർ കരുതുന്നത്? ഹസിബന്നാസ്, ജനങ്ങൾ വിചാരിച്ചോ അൻ യുത്റകു, അവർ വെറുതെ വിട്ടേക്കുമെന്ന്? അൻ യഖൂലു ആമന്നാ, വിശ്വസിച്ചു എന്ന് വായുകൊണ്ട് പറഞ്ഞു. വഹും ലാ യുഫ്തനൂൻ, അവർ പരീക്ഷിക്കപ്പെടാതെ. പരീക്ഷിക്കുമല്ലോ നമ്മളെ, ജീവിച്ച് തെളിയിക്കാൻ നമ്മൾ തയ്യാറാകണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന 2 സാക്ഷ്യവാക്യം അംഗീകരിച്ച ഒരാൾ അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകണം. അവന്റെ ജീവിതം മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹയും മുഹമ്മദുൻ റസൂലുള്ളാഹിയും അനുസരിച്ചാവണം. അതാണ് സത്യസന്ധത. ഹൃദയത്തിൽ അംഗീകരിച്ചത്, നാവ് കൊണ്ട് പറഞ്ഞത്, അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിച്ചത്, ഇത് 3ഉം ഒത്തുവരണം, എങ്കിലേ അവൻ സത്യസന്ധനാകുള്ളൂ. അല്ലാഹു പറയാണ്, വലഖദ് ഫതന്നല്ലദീന മിൻ ഖബിലിഹിം, ഇവർക്ക് മുമ്പുള്ളവരെല്ലാം നാം പരിശോധിച്ചിട്ടുണ്ട്. എന്തിനാണ്? വലയഅലമന്നല്ലാഹുല്ലദീന സദഖു വലയഅലമന്നൽ കാദിബീൻ, സത്യസന്ധന്മാരാര് കള്ളന്മാരാര് എന്ന് അല്ലാഹുക്ക് അറിയാൻ. പറഞ്ഞവരാരും അല്ലാഹു നമ്മൾ ടെസ്റ്റ് ചെയ്യും. നിത്യജീവിതത്തിൽ നമ്മൾ പരിശോധിച്ചു കൊണ്ടേയിരിക്കും. ജയപരാജയങ്ങൾ, ദാരിദ്ര്യം, ഐശ്വര്യം, രോഗം, ആരോഗ്യം, ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, സൗഖ്യങ്ങൾ, സുഖങ്ങൾ എല്ലാം അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ ഇവൻ തയ്യാറാണോ എന്ന് അള്ളാഹ്ക്ക് അറിയാൻ. അപ്പൊ നമ്മൾ സത്യസന്ധന്മാരായി മാറണം.
അള്ളാഹു നമ്മളെ ടെസ്റ്റ് ചെയ്യും. ജനങ്ങളോട് ചിലരുണ്ട്, അതാ പറഞ്ഞില്ലേ, വമിനന്നാസി മയ്യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ. മുനാഫിഖിനെ കുറിച്ച് പറഞ്ഞതാണ്. അള്ളാഹിനെ അംഗീകരിച്ചു, പരലോകത്ത് അംഗീകരിച്ചു എന്ന് പറയുന്നവർ അവർ അംഗീകരിച്ചിട്ടില്ല, ഹൃദയം കൊണ്ട് അംഗീകരിച്ചിട്ടില്ല, അവയവങ്ങൾ കൊണ്ട് ചെയ്യാൻ അവർ തയ്യാറായിട്ടില്ല. ദീനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അവയവം കൊണ്ട് ചെയ്യുന്ന പറഞ്ഞാൽ ദീനനുസരിച്ച് ജീവിക്കുക. അത് ലാ ഇലാഹ ഇല്ലല്ലാഹുടെ തേട്ടം അതാണ്. ദീനനുസരിച്ച് ജീവിക്കുക എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുടെ തേട്ടം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തേടുന്നത് എന്ത്? എന്നിട്ട് മറുപടി എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനനുസരിച്ച് ജീവിക്കുക എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദയുടെ തേട്ടം. അപ്പൊ അതനുസരിച്ച് ജീവിക്കാത്തവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചിട്ടില്ല. അവൻ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് കള്ളമാണ്, വെറുതെ വായോണ്ട് പറഞ്ഞതാണ്, അവൻ്റെത് സത്യസന്ധമല്ല എന്ന്. മുനാഫിക്കുകള് അള്ളാഹുവിനെയും മുഅ്മിനീങ്ങളെയും പറ്റിക്കാൻ നോക്കാണ്. യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനു വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും വമാ യശ്ഉറൂൻ. അവർ അറിയുന്നില്ല, അവർ സ്വന്തത്തെ തന്നെ എന്താണ് വഞ്ചിക്കുകയാണ്. അവർ വിചാരിക്കുന്ന അള്ളാഹിനെ പറ്റിച്ചു, മുഅ്മിനീങ്ങളെ പറ്റിച്ചിട്ട് മുഅ്മിനീങ്ങൾ കൂടെ കൂടി അള്ളാഹിനെ പറ്റിച്ചിട്ട് മുഅ്മിനാന്ന് പറഞ്ഞു. ഇല്ല, അവർ നഷ്ടവാളികളാണ്. അവരുടെ കാര്യം അള്ളാഹ്ക്കറിയാം. ദുനിയാവിലും അവർ പരാജിതരാണ്, ആഖിറത്തിലും അവർ ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാറാണ്. ഫീ ഖുലൂബിഹിം മറളുൻ. അവരുടെ ഹൃദയത്തിൽ രോഗമുണ്ട്. എന്താണ് രോഗം? ശുബ്ഹാത്താണ്. ശുബ്ഹാത്തുകൾ, മറളു ശുബ, രോഗം രണ്ടെണ്ണാണ്. മറളു ശുബ്ഹാത്ത്, മറളു ഷഹവാത്ത്. ഷഹവാത്ത് അഖീദയിലും വിശ്വാസ കാര്യങ്ങളിലും ഉണ്ടാകുന്ന പെശകിനാണ് ശുബ്ഹാത്ത് എന്ന് പറയുക. കർമ്മങ്ങളിൽ ഉണ്ടാകുന്ന പെശകിനാണ് ഷഹവാത്ത് എന്ന് പറയുക. ഇത് രണ്ട് രോഗമാണ്. ഈ രണ്ട് രോഗത്തിൽ നിന്ന് രക്ഷപ്പെടണം. ശുബ്ഹാത്തിൽ നിന്ന് രക്ഷപ്പെടണം. ശുബ്ഹാത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഇൽമിൽ യഖീൻ വേണം. ഷഹവാത്തിൽ രക്ഷപ്പെടണമെങ്കിൽ അമലിൽ സബർ വേണം. അപ്പം സബറും യഖീനും ഉണ്ടെങ്കിലേ ഈ രണ്ട് രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഈ രണ്ട് രോഗം രക്ഷപ്പെട്ടവൻ ഇമാമായി മാറി, അള്ളാഹുവിന്റെ ദീനിന്റെ വലിയ ദർജ കൈവരിച്ച ആളായി മാറി. അപ്പം മുനാഫിഖുകളുടെ ഹൃദയത്തിൽ മറലുണ്ട്, ആശയക്കുഴപ്പമുണ്ട്. ഫസാദഹുമുല്ലാഹു മറള വലഹും അദാബുൻ അലീമും ബിമാ കാനൂ യക്സിബൂൻ. അവർ കള്ളം പറഞ്ഞതിനാൽ അവർക്ക് വേദനാജനകമായ ശിക്ഷയുമുണ്ട് എന്ന്. പിന്നെ സുന്നത്തിൽ തെളിവ് എന്താണ്? മാ സബത ഫി സ്വഹീഹൈൻ അൻ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു ഹദീസാണ്, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അഹദിൻ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു സിദ്ഖൻ മിൻ ഖൽബിഹി ഇല്ലാ ഹറമഹുല്ലാഹു അലന്നാർ. സത്യസന്ധമായി ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലയും മുഹമ്മദുർ റസൂലുള്ളയും പറഞ്ഞാൽ, സത്യസന്ധമായി പറയാന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് നാവ് കൊണ്ട് പറയുകയും അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്താൽ ഇത് മൂന്ന് ഒത്തുവരണം, എന്നല്ലേ സത്യസന്ധമാവുള്ളൂ. ഹൃദയത്തിൽ നീ മനസ്സറിഞ്ഞ് പറഞ്ഞതാണോ? നമ്മൾ ചോദിക്കാറില്ലേ, മനസ്സറിഞ്ഞ് പറഞ്ഞാലേ പ്രവൃത്തി പദത്തിൽ അത് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ സിദ്ഖോട് കൂടി പറയാന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറായാൽ നരകത്തിന്റെ മേലെ അവനെ അള്ളാഹു ഹറാമാക്കുന്നതാണ് എന്ന്.